ഇന്ന് ഒരാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു കേട്ടോ. ഇതിപ്പോൾ മഴക്കാലമാണല്ലോ, ഇപ്പം മീൻ പിടുത്തമൊക്കെ നിരോധിച്ച സമയമാണ്. മീനാണ് എവിടെയും കിട്ടാനില്ല. എന്നാൽ മീൻ കുറച്ചൊക്കെ കിട്ടാനുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് മീൻ കഴിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. മീൻ ഒരു കാലത്തും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മീനിനെക്കുറിച്ച് ഒരു ചോദ്യചിഹ്നമാണ് ബാക്കിയുള്ളത്. ഇപ്പം മീൻപിടുത്തം തദ്ദേശീയമായി നിരോധിച്ച സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന മീൻ എവിടെ നിന്നായിരിക്കും? കുറച്ച് ദൂരെ നിന്ന് വരുന്നതും പഴകിയതുമായിരിക്കും. ചിലപ്പോൾ കണ്ടാലൊക്കെ മീൻ നന്നായി വെട്ടിത്തിളങ്ങുന്നുണ്ടാവും, പക്ഷേ മീൻ പഴയതായിരിക്കും. അപ്പോൾ പഴയ മീൻ കഴിച്ചാൽ അതിൽ നിന്ന് കൂടുതൽ വിഷബാധകളൊക്കെ വരാൻ സാധ്യത ഉണ്ടല്ലോ. പിന്നെ ഈ മീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഇപ്പം ഫോർമാലിനൊക്കെ ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുമല്ലോ, അതിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഒക്കെ ഈ ഒരു സമയത്ത് കൂടുതൽ സമയം ഉപയോഗിക്കുന്നതുകൊണ്ട് അതിലൂടെ വിഷം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് ഫുഡ് പോയ്സണിങ് കേസുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ മഴക്കാലത്ത് മീൻ പിടുത്തം നിരോധിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ അറിയണം. അത് ആ ഒരു സ്പീഷീസിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉറവിടം നമുക്ക് ഒന്നും വ്യക്തമായിക്കൊള്ളണമെന്നില്ല. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് മീൻ കഴിക്കുന്നുണ്ടെങ്കിൽ വിശ്വസനീയമായിട്ടുള്ള കടകളിൽ നിന്ന് മാത്രം മീൻ വാങ്ങാം. നല്ല ശുദ്ധജലത്തിൽ മീൻ ശരിക്കും വൃത്തിയാക്കണം. പഴകി എന്നോ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് കഴിക്കരുത്. നല്ലോണം തിളപ്പിച്ചിട്ട് കഴിക്കണം. ഫ്രൈ ചെയ്തുകൊണ്ട് മാത്രം സുരക്ഷിതമുണ്ടെന്ന് വിശ്വസിക്കരുത്.